എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഉണ്ടപ്പെണ്ണും നമ്മുടെ നാമയും അവർ രണ്ടുപേരും തട്ടും പുറത്തൂടെ ഉഷാറായിട്ട് ഓടുകയാണ്. ഉണ്ടപ്പെണ്ണാണെങ്കിൽ നിർത്താതെ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. സോൾജേഴ്സ് ആണെങ്കിൽ ആ നിലവിളിയൊക്കെ കേട്ട് കത്തിയും വെപ്പൻസും ഒക്കെ ഉപയോഗിച്ച് ആ റൂഫിൽ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടും. നാമി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഉണ്ടപ്പെണ്ണിൻ്റെ വാ അത് പൊത്തിപ്പിടിക്കും. ഒരല്പസമയം അവളങ്ങനെ സൈലന്റ് ആവുമ്പോൾ ഇവിടെ സോൾജിയേഴ്സിന് കൺഫ്യൂഷൻ ആവും. അവരാണെങ്കിൽ ചുറ്റും നോക്കും. ശബ്ദം വരുന്ന ഭാഗം എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവരവരുടെ വെപ്പൻ അത് വെറുതെ മുകളിലേക്ക് ആഞ്ഞു കുത്തും. ആ ഷാർപ്പുള്ള ഒബ്ജക്റ്റ് അത് കാണേണ്ട താമസം ഉണ്ടപ്പെണ്ണാണെങ്കിൽ വീണ്ടും ഒച്ചത്തിൽ നിലവിളിക്കും. ആമയാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവളെ പിടിച്ചു വലിച്ച് ഇപ്പോ റൂഫ് ടോപ്പിലുള്ള ആ ഓടിന് മുകളിലേക്ക് വലിച്ചിടുകയാണ്. ഇവിടെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ സ്റ്റെയർ ഒക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെയാണെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല. സോൾജിയേഴ്സ് ആണെങ്കിൽ ആ മാങ്ഷം മുഴുവൻ അങ്ങനെ റൗണ്ട് ചെയ്യാണ്. കാരണം ക്യാപ്റ്റൻ ഒറോച്ചി പറഞ്ഞ കാര്യങ്ങൾ അത് അവര് ഡൈവർക്ക് ചെയ്ത് നൈസായിട്ട് കേട്ട് കഴിഞ്ഞു. സോ ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ മുഴുവൻ റൗണ്ട് ചെയ്യും. അതേസമയം ഉണ്ടപ്പെണ്ണാണെങ്കിൽ ഇപ്പം നാമിയോട് പറയും, ഐ എം സോറി, എനിക്ക് വലിയൊരു നെഗറ്റീവ് ഉണ്ട്. അതായത് എൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ അത് മറ്റൊന്നുമല്ല, ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് അത് കണ്ട എനിക്ക് പേടിയാണ്. സോ കൺട്രോൾ നഷ്ടപ്പെട്ട് ഞാൻ അറിയാതെ ഉച്ചത്തിൽ നിലവിളിക്കും. അതാണ് എനിക്ക് സംഭവിക്കുന്നത്. നാമിയാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഞെട്ടുകയാണ്. സാമുറായി ആയിട്ടുള്ള ഒരു ലേഡി, അവൾക്ക് വെപ്പൻ അത് പേടിയാണ്. ഇവൾ എങ്ങനെ ഒരു സാമുറായി ആയെന്ന് ചിന്തിച്ച് അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടപ്പെണ്ണ് അവളൊരു കൈറ്റ് അങ്ങനെ പറത്തി നാമിയെ ചേർത്ത് പിടിച്ച് ആയിട്ട് മുകളിലേക്ക് പറന്നുയരുകയാണ്. ആ വില്ലന്മാർക്കാണെങ്കിൽ അവരുടെ പൊട്ടി പോലും കിട്ടില്ല. നാമി അവള് ആ ക്യാസ്റ്റലിനുള്ളിൽ അവർ സംസാരിച്ച കാര്യം ഇപ്പോൾ ഉണ്ടപ്പെണ്ണോട് പറയും. അവരൊരു ഷിപ്മെന്റിനെ കുറിച്ചാണ് പരസ്പരം സംസാരിച്ചത്. നമുക്കിപ്പോൾ ആവശ്യം ഒരുപാട് ആയുധങ്ങളാണ്. ആ ആയുധം ഷിപ്മെന്റ് ചെയ്യുന്ന സ്ഥലം അത് അവർ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. നാമിയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ച് ഇപ്പൊ താഴേക്ക് നോക്കും. താഴെയാണെങ്കിൽ വലിയ ഒരു കൂട്ടം ജനങ്ങൾ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അവൾ സൂം ചെയ്ത് നോക്കും. അത് മറ്റൊന്നിനു വേണ്ടിയല്ല, സാഞ്ചി ഉണ്ടാക്കി കൊടുക്കുന്ന രുചികരമായിട്ടുള്ള ഫുഡ് അത് കഴിക്കാനായിട്ടാണ് അത്രയും പേര് വലിയൊരു ക്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പൊ ദൂരത്തായിട്ട് രണ്ട് വില്ലന്മാര് അവർ ഈ കാഴ്ച കണ്ട് ദേഷ്യത്തിൽ അങ്ങനെ പല്ല് കടിക്കും. കാരണം സാഞ്ചി ആണെങ്കിൽ ഒരു വരുത്തനാണ്. അവൻ അവിടേക്ക് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ലേഡീസിനെല്ലാം കയ്യിലെടുത്ത് ഫേമസ് ആയി. ഇത്രയും വേഗം സാഞ്ചിയെ തല്ലി ഓടിക്കണമെന്ന് പറഞ്ഞ് അവരൊരു തീരുമാനമെടുത്ത് അവിടേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഒരു ഫാക്ടറി കാണിക്കും. ഫാക്ടറിയിലാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ കഷ്ടപ്പെടുത്തി അച്ചറം പൊച്ചറ ആഞ്ഞടിപ്പിച്ച് അവരാണെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. എത്ര സ്റ്റോൺ ഒരാൾ ചുമക്കുന്നോ അതനുസരിച്ചായിരിക്കും അവർക്ക് ഫുഡ് കൊടുക്കുക. ഒരു വയസ്സായ അപ്പൂപ്പനാണെങ്കിൽ ഒരേ ഒരു ഉരുള ഫുഡ് അത് മാത്രമായിരിക്കും കൊടുക്കുക. ആളാണെങ്കിൽ കൂടുതൽ ഫുഡിന് വേണ്ടി അവരോട് കെഞ്ചും. പക്ഷെ അവരാണെങ്കിൽ അദ്ദേഹത്തെ ആട്ടി ഓടിക്കും. കൺട്രോൾ പോയ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെടും. അതിന് ആ സോൾജേഴ്സ് ആണെങ്കിൽ ആൾ അച്ചറം പുച്ചറം തല്ലുകയാണ്. കട്ട് ചെയ്ത ലൂഫിയും സ്ട്രെസ് കിഡും അവർ രണ്ടുപേരും ഇപ്പൊ മത്സരിച്ച് വലിയ വലിയ കല്ലുകൾ ചുമന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. രണ്ടുപേരും ഒരു കടുകിട പോലും വിട്ടുകൊടുക്കാതെ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ആ ഒരു കപ്പല് അത് ഓൾമോസ്റ്റ് മുങ്ങുന്ന അത്രയും കല്ലുകൾ അതിലേക്ക് വാരിയിട്ട് കഴിഞ്ഞു. അവർ കൗണ്ട് ചെയ്യും. 500 മുകളിൽ കല്ലുകൾ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആ ഒരു കപ്പലിലേക്ക് ഇട്ട് കഴിഞ്ഞു. അത് കൗണ്ട് ചെയ്ത ആളാണെങ്കിൽ ഒക്കെ പുറത്തേക്ക് തള്ളി ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ ലൂഫിക്കും യൂസ്റ്റസ് കിഡിനും ഭയങ്കര സന്തോഷം. കാരണം അവരെത്ര കല്ലുകൾ ഇടുന്നോ അത്രയും ഫുഡ് അവർക്ക് കിട്ടും. സോ ഇത്തവണ അവർ ഒരുപാട് കല്ലുകൾ ഇട്ടതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവൻ ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് കിട്ടുകയാണ്. അവർ ഹാപ്പി ആയിട്ട് ആ ഫുഡ് അങ്ങനെ തിന്ന് തീർക്കും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ പട്ടിണി കിടക്കുന്ന പ്രിസണേഴ്സ് അവരാണെങ്കിൽ ഇവർ രണ്ടുപേരും ആ വലിയ അണ്ടാവ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൗതുകത്തോടു കൂടെ നോക്കി നിൽക്കും. ലൂഫിയും യൂസ്റ്റസ് കിഡും അവർക്കാണെങ്കിൽ കഴിക്കുമ്പോഴും നല്ല മത്സരം. പരസ്പരം തലയൊക്കെ കൂട്ടിയിടിപ്പിച്ചും അവര് അവിടെ വെച്ചും മത്സരിച്ചും വെല്ലുവിളിച്ചും മുൻപോട്ടേക്ക് പോവും. നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് കണ്ട് അവിടുത്തെ സോൾജേഴ്സ് പോലും അങ്ങനെ പേടിച്ചു നിൽക്കും. മാത്രമല്ല ഇവർ രണ്ടുപേരും അവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി ചോരയിൽ കുളിച്ചാണ് അവിടേക്ക് എത്തിയത്. പക്ഷെ അവരാണെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഓക്കെ ആയി. ഇപ്പോ ആരും നിർബന്ധിക്കാതെ വാശിയോടുകൂടെ ജോലി ചെയ്യാണ്. ആക്ച്വലി ആ വില്ലന്മാർ ശ്രമിച്ചത് അവർക്ക് നല്ല രീതിയിൽ ജോലിയൊക്കെ കൊടുത്ത് ലൂഫിയെയും യൂസ്റ്റസിനെയും സ്ലേവ്സ് ആക്കി മാറ്റണം എന്നാണ്. പക്ഷെ അവരുടെ എക്സ്പെക്ടേഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ തലകീഴായി മറിഞ്ഞു. അവിടെയുള്ള സെക്യൂരിറ്റികൾക്ക് പോലും ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാൻ പേടി തോന്നും. അതേസമയം മറ്റൊരു ഭാഗത്ത് വൈസ് വാർഡൻ ആളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് അവിടേക്ക് കടന്നു വരുമ്പോഴായിരിക്കും ആ കാഴ്ച കാണുക. ആ ബാരലിൽ ഉണ്ടായിരുന്ന ഫുഡ് എല്ലാം തന്നെ തീർന്നിരിക്കുകയാണ്.
കൺട്രോള് പോയ അവനാണെങ്കിൽ ഇപ്പൊ ഒച്ചത്തിൽ നിലവിളിക്കും. ആരാണ് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ഫുഡ് തിന്നു തീർത്തെന്ന് ചോദിച്ച് അവൻ പുറത്തേക്ക് വരികയാണ്. അവൻ അങ്ങനെ ഓടി ഓടി വരുമ്പോ ഒരപ്പാപ്പൻ അവന്റെ കാലിന്റെ അടിയിൽ പെട്ടുപോകും. ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും അവനെ കണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 സോൾജിയേഴ്സ് അവരവിടേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. യൂസ്ട്രസ് കിഡും ലൂഫിയും അവർ രണ്ടുപേരും ചേർന്ന് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റോണുകളും കപ്പലിലേക്ക് കയറ്റി. സോ അവരുടെ കൗണ്ട് അനുസരിച്ച് അവർക്ക് ആ ബാരലിലുള്ള എല്ലാ ഫുഡും കൊടുക്കേണ്ടി വന്നു. അത് കേട്ട് വീണ്ടും അവന് ദേഷ്യം ഇരട്ടിയാവുകയാണ്. ഇത്രയും പെട്ടെന്ന് ലൂഫിയെയും യൂസ്റ്റസ് കിഡിനെയും അവന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട് സെക്യൂരിറ്റീസും ഇപ്പൊ അവരെ കൊണ്ടുവരാൻ ആ പ്രിസണിന്റെ അകത്തേക്ക് കയറിപ്പോവും. അല്പസമയം കഴിയുമ്പോഴേക്കും യൂസ്റ്റസ് കിഡും ലൂഫിയും അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ബോള് പോലെ ഉരുണ്ട് പുറത്തേക്ക് അങ്ങനെ നിരങ്ങി വരും. അവരുടെ ഷേപ്പൊക്കെ കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ അവരെ നോക്കുകയാണ്. ഇവിടെ വാർഡന് കൺട്രോൾ പോവും. യു ഗൈസ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇങ്ങനെയുള്ള 2 പ്രിസണേഴ്സ് ആയിരുന്നോ? കുറച്ചെങ്കിലും മര്യാദ നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ? ഞാൻ ഈ ജയിലിലെ വൈസ് വാർഡനാണ്. ഓൾറെഡി എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ളതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്ക് വേണ്ടി ഒരു ബാരലിലെങ്കിലും നിങ്ങൾക്ക് ഫുഡ് ബാക്കി വെച്ചുകൂടെ ചോദിക്കും. പക്ഷെ അതിനാണെങ്കിൽ ലൂഫിയും യൂസ്റ്റസ് കിഡും തിരിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ വേറെ എവിടെയൊക്കെയോ നോക്കി നിൽക്കും. അതിനുശേഷം രണ്ടുപേരും വലിയ ഒച്ചയിൽ ഏമ്പൊക്കെ അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം സൈസ് ആണെങ്കിൽ ചെറുതാക്കുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ആക്ഷൻസ് എല്ലാം ഭയങ്കര അത്ഭുതമാണ്. ലൂഫി ആണെങ്കിൽ നൈസായിട്ട് ആ വൈസ് വാർഡനെ ഒന്ന് നോക്കും. അപ്പ ലൂഫി കാണും അവന്റെ കാലിന്റെ അടിയിൽ ഒരു വയസ്സായ ആള് അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവൻ കലി കയറി അങ്ങനെ ഫൈറ്റ് ഇടാനുള്ള പോസൊക്കെ കൊടുത്തു നിൽക്കും. അത് കാണേണ്ട താമസം സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ വെപ്പൻസ് ഒക്കെ ആയി ലൂഫിയെ റൗണ്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി അടുക്കും. വൈസ് വാർഡൻ ആണെങ്കിൽ ഹായ് ആയിട്ട് വന്ന് ആ സോൾജേഴ്സിനോട് മാറി നിൽക്കാൻ പറയും. അതിനുശേഷം യൂസ്റ്റസ് കിഡിനെയും അവന്റെ ഹിപ്പോയുടെ വായിലേക്ക് അങ്ങനെ എടുത്തിടുകയാണ്. അതിനുശേഷം ആ വാ ക്ലോസ് ചെയ്യും. സോൾജേഴ്സ് ആണെങ്കിൽ അത് കണ്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടും. കാരണം ഇതുവരെ അവന്റെ വായിലേക്ക് പോയവരാരും തന്നെ തിരികെ എത്തിയിട്ടില്ല. ഇവിടെ ആ വാർഡനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു ചെറിയ വലിയ പണിഷ്മെന്റ് ആണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഏറ്റവും നല്ല പണിഷ്മെന്റ്. ഇനി നിങ്ങൾ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞ് ടെററായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കും. അടുത്ത നിമിഷം ആ ഹിപ്പോ ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ഹിപ്പോയുടെ അകത്ത് നിന്ന് ഇപ്പൊ വമ്പൻ ശബ്ദമൊക്കെ പുറത്തേക്ക് കേൾക്കുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കഥ കഴിഞ്ഞു എന്ന് കരുതി കാത്തിരിക്കും. അധികം വൈകാതെ ആ ഹിപ്പോയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡൊക്കെ ഒഴുകി ആ ഹിപ്പോ അങ്ങനെ അട്ടിച്ച് താഴെ വീഴും. നമ്മുടെ ആൾക്കാർ ക്യാഷ്വലായി പുറത്തേക്ക് വന്ന് ലൂഫി ആണെങ്കിൽ ആ അപ്പാപ്പനെ തൂക്കിയെടുക്കും. ഒരു സോൾജിയറിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ആ സോൾജിയർ ദേഷ്യപ്പെട്ട് പറയും, പ്രിസണേഴ്സായ നിങ്ങൾ വൈസ് വാർഡന്റെ ദേഹത്ത് കൈവച്ചു അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി മരണശിക്ഷയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങളുടെ വൈസ് വാർഡനെ കൊന്നത് ഞങ്ങളാണെന്ന് യാതൊരു എവിഡൻസും ഇല്ല. ആദ്യം എവിഡൻസ് കണ്ടെത്തി വരാൻ പറഞ്ഞ് അവരങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.